അപകടപാതയായ ദേശീയപാത വളാഞ്ചേരി വട്ടപ്പാറയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. സുരക്ഷാഭിത്തി നിർമ്മാണമാക്കാനുള്ള പ്രവൃത്തികൾ ഇപ്പോഴും ഇവിടെ പാതിവഴിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ് നാട്ടുകാർ. 2 ദിവസങ്ങളായി 2 ലോറികളാണ് വട്ടപ്പാറ അപകടത്തിൽപ്പെട്ടത്. ടാങ്കർ ലോറി മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളും ഇവിടെ പതിവ് കാഴ്ചയാണ്. വട്ടപ്പാറ വളവിന്റെ അശാസ്ത്രീയതയും അപകടങ്ങളും ഇന്ന് ചർച്ചയാകുന്നല്ലാതെ കാര്യമായ പരിഹാര നടപടി അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആക്ഷേപം. റോഡ് ഉയർത്തുന്നടക്കമുള്ള പ്രവൃത്തികൾ ഇവിടെ നടത്തിയിരുന്നു. ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ ദിശയറിയാതെ അപകടത്തിൽപ്പെടുന്നതാണ് പതിവ്. എന്നാൽ ഡ്രൈവർമാർക്ക് ആവശ്യമായ ദിശാബോർഡുകളും സിഗ്നൽ സംവിധാനങ്ങളും പാതയിൽ കാര്യക്ഷമമായിട്ടില്ല. വാഹനം അപകടത്തിൽപ്പെട്ട് താഴത്തേക്ക് മറിഞ്ഞ് തൊട്ടടുത്തുള്ള വീടുകളിലേക്കാണ് ചെന്ന് പതിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ മാറി താമസിക്കുന്ന സ്ഥിതിയാണ് നാട്ടുകാർക്കുള്ളത്. കോടികൾ ചെലവഴിച്ചുള്ള പ്രവൃത്തികളാണ് വട്ടപ്പാറയിൽ ഇതുവരെയും പൂർത്തിയാകാത്തത്. വളാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാവുന്ന കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കിയാൽ ഒരു പരിധിവരെ വട്ടപ്പാറയിലെ അപകടങ്ങൾ കുറക്കാനാകും. തകർന്ന സുരക്ഷാ ഭിത്തിയെങ്കിലും വേണ്ട രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. ആദ്യം പറഞ്ഞ അപകടം ഉണ്ടായി. ആ ഡ്രൈവർക്കും വലിയ പരിക്കുകളൊക്കെ ഉണ്ട്. പിന്നെ അതിന് മുന്നോടിയായിട്ട് തന്നെ ടാങ്കർ ലോറി ഇതിൻ്റെ മുകളിൽ മറിയുണ്ടായി. അപ്പോൾ ഇത് ഒരു സുരക്ഷാ ഭിത്തിയുടെ ഇത് വേണം. അതുപോലെ തന്നെ ഈ വണ്ടി വരുന്ന വണ്ടിക്ക് ഈ ഒരു ദിശ അറിയാത്ത രീതിയിൽ കൂടെ വണ്ടിയുടെ വരവ്. ബ്രേക്ക് പോകുന്നൊക്കെ പറയില്ലെങ്കിൽ തന്നെയും അത് തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ റോഡിപ്പോൾ ഒന്നുകൂടെ പുരോഗമനം വരുത്തിയപ്പോൾ അതിൻ്റെ സുരക്ഷാ ഭിത്തി അടക്കമൊക്കെ തകർന്നൊക്കെ താഴെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആകെ ഭീതിയാണ്. കാരണം ഈ വണ്ടി വീഴുമ്പോഴൊക്കെ ഞങ്ങൾ ആകെ വായ്പാടാകാം. ഈ ഗ്യാസ് സിലിണ്ടർ ഒക്കെ അന്ന് പറഞ്ഞപ്പോഴൊക്കെ മരങ്ങളും ഈ വൃക്ഷങ്ങളും ഒക്കെ വീണ്, തെങ്ങ് വീണ് ആ വീടിൻ്റെ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ മുകളിലേക്ക് വീണ് ഞങ്ങൾ 3-4 ദിവസം അന്നപാതം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കേണ്ട ഗതികളൊക്കെ ഉണ്ടായി.